ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നതിനെതിരെ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടി സുപ്രീം കോടതിയിൽ. മൊഴികളിൽ കേസെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് നടി ഹർജിയിൽ പറയുന്നുണ്ട്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറയുന്നത്? ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നടക്കുന്ന ഈ നിയമ നടപടികളെ ആകെ ബാധിക്കുമല്ലോ ഈ ഹർജിയിലെ പരാമർശങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, കാരണം നേരത്തെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതിയായിരുന്നു ആ മൊഴികളിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതിലിപ്പോൾ മൊഴി നൽകിയ ഒരു നടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നതാണ്. ഇത് SIT അറിയിച്ച കാര്യമാണ്. പക്ഷേ SIT ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇപ്പോൾ ആ നടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതേ സമാന സ്വഭാവമുള്ള ഒരു ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു ഹർജി കൂടി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി പരിഗണിക്കാനിരുന്ന ഹർജി നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ്. അതും ഇത്തരത്തിൽ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ ഹർജി സമർപ്പിച്ചത്. ഇതിൽ സംസ്ഥാന വനിതാ കമ്മീഷനും നിലപാട് അറിയിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ അന്വേഷണത്തെ, മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാനുള്ള നീക്കമാണ് ഹർജിക്കാരൻ്റേത് എന്നതായിരുന്നു വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട്. സ്വകാര്യത ലംഘിക്കുന്ന ഒരു അന്വേഷണമല്ല നടക്കുന്നത് എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നെന്തായാലും ആ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ മൊഴി നൽകിയ നടി സുപ്രീം കോടതിയെ ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി സമീപിച്ചിരിക്കുന്നത്. വിജയകുമാർ, ഈ ആഷ്മി, ഇത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. താങ്ക് യു ആർ അച്യുതൻ. ഇപ്പം ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ പറയുന്നത് അന്ന് ജസ്റ്റിസ് ഹേമയോട് മൊഴി കൊടുത്ത ആൾക്കാരൊന്നും കേസ് കൊടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ നടി തന്നെ ഈ കേസിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകാത്ത കാര്യം, കേസിൽ താല്പര്യമില്ലെങ്കിൽ മൊഴി കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. ഇനി കേസിൽ താല്പര്യമില്ലാന്ന് എഴുതി കൊടുത്താൽ അവിടെ തീരും. പക്ഷേ എല്ലാവർക്കും വേണ്ടി ഇത് നിർത്തിവെക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതാണ് നമ്മൾ അതിന് തുടക്കത്തിൽ തന്നെ കേട്ടിരുന്ന പ്രശ്നമാണിത്. ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ പോയി പേടിയില്ലാതെ ഭയരഹിതമായി മൊഴി കൊടുത്തവർ പ്രത്യേക അന്വേഷണ സംഘം വരികയും അവരങ്ങോട്ടേക്ക് സമീപിക്കുമ്പോൾ മൊഴി കൊടുക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ഈ അന്വേഷണ സംഘം ഏറ്റവും കൂടുതൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പോലും ഇത്തരത്തിൽ അവർ സമീപിച്ചവരെ മൊഴി കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഉറപ്പായും അതിൻ്റെ വ്യവഹാര വശത്തെ, അതിൻ്റെ നിയമവശത്തെ കേസുമായി മുന്നോട്ട് പോക്കിനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന നീക്കമായി അന്ന് തന്നെ അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിന് കുറച്ച് പരിധിയിലെക്കുറിച്ച് എണ്ണ ഒഴിക്കുന്നു ഈ നീക്കം. അല്ല, എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് നമുക്ക് ഈ കേസിൽ താല്പര്യമില്ലെന്ന് പറയാമെന്നല്ലാതെ മുഴുവനും ഈ കേസെടുക്കാനേ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് വിജയകുമാറിന്റെ ഒരു അഭിപ്രായം എങ്ങനെ ആയിക്കാര്യം? ഇത് ഒരു കുറ്റകൃത്യം നടന്നു എന്ന് അറിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിയമപരമായി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുക എന്നത് പോലീസിന്റെ നിയമപരമായ ബാധ്യതയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഈ മൊഴി നൽകിയ പരാതിക്കാരി അവരുടെ കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല എങ്കിൽ മറ്റുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നോട്ട് പോകാം. അതിൽ തടസ്സം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. KR ഗോപികൃഷ്ണൻ, ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കാരണം ഒരുപക്ഷെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരില്ല എന്നവർ വിചാരിച്ചതാണോ അറിയില്ല. എന്തായാലും ആഷ്മി പറഞ്ഞ പോലെ ഒരു ഭയമില്ലാതെയാണ് അവരുടെ മൊഴി കൊടുത്തത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ വേറൊരു ദിശയിലേക്ക് മാറിയപ്പോൾ ഇതിൽ നിന്ന് വഴുതി മാറാനാണ് പല ആളുകളുടെയും ശ്രമം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ചു വരുത്തിയ പല ആളുകളും മൊഴി നൽകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം പിന്നീട് പല ചലച്ചിത്ര പ്രവർത്തകരും പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം ജസ്റ്റിസ് ഹേമ പരിശോധിക്കുകയും അതിൽ പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിലൊരു കറക്റ്റീവ് മെഷേഴ്സ് എന്ന നിലയിൽ കാര്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എന്ന് ചിലരൊക്കെ പിന്നീട് പറഞ്ഞത്. ഇതിൽ നിയമപരമായ തടസ്സം, അല്ലെങ്കിൽ ഇത് കേസെടുത്ത് ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തടസ്സം ഈ മൊഴി നൽകിയ ആളുകൾ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും പരാതിയുമായി മുന്നോട്ട് വരികയും തുടർന്ന് നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ അവർ അവരുടെ നിലപാടിൽ മാറ്റമില്ലാതെ നിൽക്കുകയും ചെയ്യുമോ എന്നുള്ളതായിരുന്നു. അതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഇല്ല. മൊഴി നൽകിയെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും കേസും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ പലർക്കും താല്പര്യമില്ല. പലർക്കും പല പേരുകളും പുറത്തു വരുന്നതിൽ താല്പര്യമില്ല. പല ആളുകളും അവരുടെയോ ഇനി വരുന്ന ആളുകളുടെയോ ഒക്കെ അവസരങ്ങൾ സിനിമയിൽ നഷ്ടമാകുമോ എന്ന ഭീതി ഉൾപ്പെടെ അവർക്കുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളായിരിക്കണം ഒരുപക്ഷെ ഈ കേസിൽ മൊഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിയമ
നടപടികളിലേക്ക് പോകുന്നതിന് അവർക്ക് മുന്നിലുള്ള മാനസികമായ തടസ്സം ഉണ്ടായിട്ടുണ്ടാവുക. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ചിലർക്ക് തീരുമാനമെടുക്കാം എന്നല്ലാതെ ഇതിലെ മുഴുവൻ നടപടിക്രമങ്ങളും നിർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നിയമപരമായി ഇനി അങ്ങോട്ട് പോകുന്ന മുഴുവൻ കാര്യങ്ങളും ഇനി വേണ്ട നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ മറ്റെന്ത് താല്പര്യമാണ് പ്രവർത്തിക്കുന്നത്, ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ഏതായാലും നിയമപരമായി ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ഇത്തരം നിലപാടുകൾ വലിയ തടസ്സമാകും. മുൻപ് തന്നെ ഇതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നമായി അവതരിപ്പിച്ചിരുന്നത്. എത്ര പേർ പരാതികളിൽ ഉറച്ചു നിൽക്കും, എത്ര പേർ ഈ മൊഴികളിൽ ഉറച്ചു നിൽക്കും, എങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയും, അവർ അവരുടെ പരാതികൾ അത് പുനഃപരിശോധിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ദൗത്യം തന്നെ. അപ്പോൾ പ്രധാനപ്പെട്ട പരാതിക്കാർ തന്നെ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ നിർവീര്യമാക്കുന്ന നടപടികളായി മാറും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഗോപികൃഷ്ണൻ.